ഹരി ഓം. കൽക്കിരൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും ശീലായപ്പൻ്റെ പ്രണാമം. ഇന്ന് നമ്മൾ ബ്രഹ്മഗീതയുടെ 2ാമത്തെ പാഠം പഠിക്കാൻ പോവുകയാണ്. 2ാമത്തെ പാഠത്തിൻ്റെ പേര് വിഗ്രഹാരാധന എന്നാണ്. 1ാമത്തെ പാഠം ഇന്നലെ നമ്മൾ പഠിച്ചു. അതിൻ്റെ പേര് ഞാൻ എന്നായിരുന്നു. അത് ബൈബിളിലെ 1ാമത്തെ കൽപ്പന അനുസരിച്ചുള്ളൊരു പാഠമായിരുന്നു. ഇന്ന് 2ാമത്തെ കൽപ്പന അനുസരിച്ചുള്ള പാഠമാണ്. 2ാമത്തെ കൽപ്പന വിഗ്രഹാരാധനയെ പറ്റിയുള്ളതാണ്. വിഗ്രഹാരാധന ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് ഈ പാഠത്തിലൂടെ നോക്കാം. വിഗ്രഹാരാധന ഇന്ന് ലോകത്തുണ്ട്. പ്രത്യേകിച്ച് ഹിന്ദുമതത്തിലാണ് വിഗ്രഹാരാധന കൂടുതൽ. അപ്പം ബൈബിൾ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ബൈബിളിലെ 2ാമത്തെ കൽപ്പന ഇതാണ്: ആകാശത്തിലോ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ളതിൻ്റെ പ്രതിമയോ സ്വരൂപമോ നിർമ്മിക്കരുത്. അതായത് വിഗ്രഹം ഉണ്ടാക്കരുത്. അവയെ പ്രണമിക്കുകയോ ആരാധിക്കുകയോ ചെയ്യരുത്. ഇതാണ് 2ാമത്തെ കൽപ്പന നമ്മളോട് പറയുന്നത്. വിഗ്രഹം ഉണ്ടാക്കി ആരാധിക്കാൻ പാടില്ല. ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് പുറമെ അല്ലെങ്കിൽ പിന്നീട് കാണാവുന്നതാണ്. ഇതിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു വിഗ്രഹാരാധന തെറ്റാണ് എന്നുള്ള രീതിയിൽ ഒരു ശ്ലോകം നമ്മുടെ സനാതന ധർമ്മത്തിലുള്ളത്. എന്താണെന്ന് നോക്കാം. അഗ്നൗ ദേവദ്വിജാദീന മുനീനാ ഹൃദി ദേവതഃ പ്രതിമാ സ്വൽപബുദ്ധീനാം സർവത്ര സമദർശിനാം. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. ദേവന്മാർ അഥവാ വിഷ്ണു ഭക്തർക്കും ദ്വിജന്മാർ അഥവാ ബ്രാഹ്മണർക്കും ദൈവം അഗ്നിയിലാണ്. അതായത് വിളക്ക് കൊളുത്തി അല്ലെങ്കിൽ ദീപം കത്തിച്ചിട്ടാണ് ദേവന്മാരും ബ്രാഹ്മണരും ദൈവത്തിനെ ആരാധിക്കുന്നത്. ദേവന്മാരെന്ന് പറയുന്നത് വിഷ്ണു ഭക്തരാണ്. അതായത് ദേവന്മാരും ദ്വിജന്മാരും വിളക്ക് കൊളുത്തിയോ കർപ്പൂരം, കുന്തിരിക്കം, മെഴുകുതിരി എന്നിവ കത്തിച്ചുകൊണ്ടോ ദൈവാരാധന നടത്തുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ മുന്നിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. ദ്വിജന്മാരെന്ന് പറയുന്ന ബ്രാഹ്മണരെന്നാണ്. ദേവന്മാർ എന്നാൽ വിഷ്ണു ഭക്തർ അഥവാ പിതാവായ വിഷ്ണുവിനെ നേരിട്ട് ആരാധിക്കുന്നവരാണ് ദേവന്മാർ. അവർ നേരിട്ട് ദൈവത്തിനെ ആരാധിക്കുന്നവർ, സത്യദൈവത്തെ ആരാധിക്കുന്നവരാണ്, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവരാണ്. ഇവർക്ക് വിഗ്രഹം ആവശ്യമില്ല. അവർ ഹൃദയത്തിലാണ് ദൈവത്തിനെ ആരാധിക്കുന്നത്. അതുകൊണ്ട് വിഗ്രഹത്തിൻ്റെ ആവശ്യമില്ല. വിളക്കൊളുത്തിയാൽ മതി. ബ്രാഹ്മണൻ എന്ന് ഉദ്ദേശിക്കുന്ന നമ്മൾ കാണുന്ന പൂണൂരിട്ട അമ്പലവാസി ബ്രാഹ്മണനല്ല, മറിച്ച് ബ്രഹ്മജ്ഞാനം ഇത് ബ്രാഹ്മണൻ എന്നാണ്. ബ്രഹ്മജ്ഞാനം ലഭിച്ചവനാണ് ബ്രാഹ്മണൻ. ഇനി ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശ്വരനെ അറിയുക എന്നുള്ളതാണ്. അതായത് പരബ്രഹ്മത്തെ, ജഗദീശ്വരനെ, പരമാത്മാവിനെ, സുപ്രീം ദൈവത്തെ അറിഞ്ഞവരെയാണ് ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നത്. അപ്പം ദൈവത്തിനെ പൂർണ്ണമായിട്ട് അറിഞ്ഞവർ മാത്രമാണ് ബ്രാഹ്മണർ. പക്ഷെ നമ്മളിന്ന് വിചാരിക്കുന്നത് പൂണൂലിട്ടവരെല്ലാം ബ്രാഹ്മണരാണെന്ന്. അങ്ങനെയല്ല. ഒരു ഒരു അവർണനും ബ്രാഹ്മണനാകാം ഈശ്വരനെ അറിഞ്ഞ സ്ഥിതിക്ക്. ആ നിലയ്ക്ക് ഷീല ടീച്ചറും ബ്രാഹ്മണനാണ്. കാരണം ടീച്ചർ അസുരകുലത്തിൽ ജനിച്ചവളാണെങ്കിലും പരബ്രഹ്മമായ ഭഗവാൻ നാരായണനെ അറിഞ്ഞിട്ട് 18 വർഷങ്ങൾ പൂർത്തിയായിരിക്കുന്നു. അപ്പം ടീച്ചർ ഒരു അസുരകുലത്തിലാണ് ജനിച്ചത്, പക്ഷേ ഭഗവാനെ അറിഞ്ഞു. അതുകൊണ്ട് ബ്രഹ്മത്വം കിട്ടി എന്നുള്ളതാണ്. പക്ഷെ അത് അംഗീകരിക്കത്തില്ല. അപ്പോൾ ബ്രാഹ്മണരും വിഷ്ണുഭക്തരായ ദേവന്മാരും അഗ്നി കൊണ്ട് ആരാധന നടത്തുന്നു. തപസ്വികളായ മുനിമാർ, മുനിനാം ഹൃദി ദേവത എന്നാണ്. തപസ്വികളായ മുനിമാർ അഥവാ മഹർഷിമാർക്ക് ഹൃദയത്തിലാണ് ഭഗവാൻ. അതായത് മുനിമാർ ഭഗവാനെ ഹൃദയം കൊണ്ട് ആരാധിക്കുന്നു. എന്നാൽ സ്വല്പബുദ്ധികളായ മനുഷ്യനോ, ബുദ്ധി കുറഞ്ഞ അജ്ഞാനികളായ മനുഷ്യർ ഭഗവാനെ വിഗ്രഹ പ്രതിമാദികളിൽ ആരാധിക്കുന്നു. ഇത് തന്നെ ഭഗവത്ഗീതയിലെ 7:24, 9:11 എന്നീ ശ്ലോകങ്ങളും ശരിവയ്ക്കുന്നു. അതായത് ബുദ്ധിയില്ലാത്തവരല്ല, അജ്ഞാനികളെ, ദൈവത്തിന് അറിയാത്ത മനുഷ്യരാണ് ഭഗവാനെ വിഗ്രഹത്തിൽ ആരാധിക്കുന്നത്. ഭഗവത്ഗീതയിലെ 7ാം അധ്യായത്തിൽ 24ാമത്തെ ശ്ലോകം ഇതാണ്: അവ്യക്തം വ്യക്തമാപന്നം മന്വന്തേ മാമ ബുദ്ധയഃ പരംഭാവമജാനന്ദോ മമവ്യായമനുത്തമം. അപ്പം ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ബുദ്ധിയില്ലാത്തവരാണ് വിഗ്രഹത്തിൽ ആരാധിക്കുന്നതെന്ന്. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇതാണ്: പരമാത്മാവും ജഗദീശ്വരനും നാശമില്ലാത്തവനുമായ എൻ്റെ ശരിയായ രൂപത്തെ അറിയാത്ത മനുഷ്യർ, ഭഗവാന്റെ യഥാർത്ഥ രൂപത്തെ അറിയാത്ത മനുഷ്യർ എന്നെ വിഗ്രഹ പ്രതിമാദികളിൽ ആരാധിച്ച് അപമാനിക്കുന്നു എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ തന്നെ മറ്റൊരു ശ്ലോകമുണ്ട്. ഇതേ അർത്ഥത്തിൽ മറ്റൊരു ശ്ലോകം ഭഗവത്ഗീത 9:11, 9ാം അധ്യായം 1ാമത്തെ ശ്ലോകം: അവജാനന്തിമാ മൂഢ മാനുഷീതനുമാശ്രിതം പരംഭാവമജാനന്ദോ മമഭൂത മഹേശ്വരം. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. ഇതും അതേ അർത്ഥം തന്നെയാണ്. സർവ്വഭൂതങ്ങൾക്കും മഹേശ്വരൻ അഥവാ സൃഷ്ടാവായ എൻ്റെ പരമമായ രൂപത്തെ അറിയാത്ത മൂഢന്മാർ, ഭഗവാനെ അറിയാത്ത മൂഢന്മാർ എന്നെ വിഗ്രഹ പ്രതിമാദികളിൽ ആരാധിച്ച് അപമാനിക്കുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും ഇത് ഭഗവാനെ ഹൃദയത്തിൽ ആരാധിക്കാൻ സാധ്യമല്ല, പ്രത്യേകിച്ച് കലിയുഗത്തിൽ. ഇതിൽ നിന്ന് വിഗ്രഹാരാധന നടത്തുന്ന അജ്ഞാനികളെന്ന് മനസ്സിലായല്ലോ. നമുക്ക് മനസ്സിലായില്ലേ ഈ വിഗ്രഹാരാധന നടത്തുന്ന അജ്ഞാനികൾ, അതായത് ദൈവത്തെ അറിയാത്തവരാണെന്ന്. എന്നാൽ ഭൂമിയിൽ എല്ലാവരും ജ്ഞാനികളല്ല, ആകുകയുമില്ല. അതിനാൽ സനാതന ധർമ്മത്തിൽ വിഗ്രഹാരാധനയ്ക്ക് പ്രാധാന്യം കൊടുത്തിരിക്കും. സനാതന ധർമ്മത്തിൽ നമുക്കറിയാം എല്ലാവർക്കും മനസ്സിൽ ദൈവത്തിനെ ആരാധിക്കാൻ പറ്റത്തില്ല. ഈ വിഗ്രഹം എന്ന് വെച്ചാൽ എന്താണ്? വിഗ്രഹം എന്നാൽ ശരീരം, രൂപം, അടയാളം എന്നൊക്കെയാണ്. 2 തരം വിഗ്രഹങ്ങളാണ് ആരാധനയ്ക്കായി ഉപയോഗിക്കുന്നത്. ദേവിയായും ദേവനായും മനുഷ്യർ ഭഗവാനെ ആരാധിക്കുന്നു. നമ്മളെവിടെ നോക്കിയാൽ ഒന്നിൽ അവിടെ ഒരു ദേവിയായിരിക്കും, അല്ലെങ്കിൽ ഒരു ദേവനായിരിക്കും.
ദേവവിഗ്രഹങ്ങൾ, ദേവന്മാരുടെ വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ജഗത്പിതാവായ നാരായണന്റെ അടയാളമാണ്. ദേവി വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ജഗന്മാതാവായ ഭൂമി ദേവിയുടെയും സ്വരൂപങ്ങളാകുന്നു. നമ്മുടെ അച്ഛനും അമ്മയുടെ സ്വരൂപങ്ങളെയാണ് നമ്മൾ വിഗ്രഹത്തിൽ കൂടെ ആരാധിക്കുന്നത്. ദേവവിഗ്രഹങ്ങൾ ഭഗവാൻ നാരായണനും, ദേവി വിഗ്രഹങ്ങൾ ഭൂമിദേവി അമ്മയുമാകുന്നു. വിഗ്രഹാരാധന പാവമാണെങ്കിൽ ഭഗവാൻ ഭൂമിയിൽ ശില്പികളെ സൃഷ്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഭൂമിയിൽ ഒരുപാട് ശില്പികളുണ്ട്. ശില്പങ്ങൾ നിർമ്മിക്കുന്ന അമ്പലങ്ങളും മറ്റു മൂർത്തികളെയൊക്കെ സൃഷ്ടിക്കുന്ന അമ്പലങ്ങളിലെ മൂർത്തികളെയൊക്കെ അറിയാമല്ലോ, അമ്പലത്തിൻ്റെ പണികളൊക്കെ. ഉത്സവകാലങ്ങളിൽ ദേവീദേവന്മാരുടെ വിഗ്രഹം നിർമ്മിച്ചും പിന്നെ വരച്ചുമൊക്കെ ധാരാളം പൈസ മനുഷ്യനുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് കുടുംബം പുലർത്തുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമുക്ക് വിഗ്രഹാരാധന പാവമല്ല എന്ന് പറയാം. അത് ആത്മീയ ബോധതലം കുറഞ്ഞ മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്. വിഗ്രഹാരാധന ആത്മീയ ബോധതലം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ളതാണ്. ഉദാഹരണത്തിന് നഴ്സറി ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് ആനയെക്കുറിച്ചോ ഭൂമിയെക്കുറിച്ചോ ഒക്കെ പറഞ്ഞാൽ അതിന് യാതൊന്നും മനസ്സിലാകത്തില്ല. എന്നാൽ ആ കുട്ടിയെ നമ്മളൊരു ആനയുടെ ചിത്രമോ പിന്നെ രൂപമോ കാണിച്ച് അത് പെട്ടെന്ന് മനസ്സിലാക്കും. അതിന് ആന എന്താണെന്ന് മനസ്സിലാക്കും. ഒരു ഗ്ലോബ് കാണിച്ചു കൊടുത്താൽ പറയാം, ഇത് ഭൂമിയാണ്, ഭൂമിയുടെ ഷേപ്പ് ഇങ്ങനെ ഇതൊരു ഗോളമാണെന്ന് അതിന് മനസ്സിലാകും. അതുപോലെയാണ് അജ്ഞാനികളായ മനുഷ്യർ. അവരോട് ദൈവത്തിനെ കുറിച്ച് എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാകത്തില്ല. അന്നേരം ഒരു രൂപം കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകും. അപ്പം വിഗ്രഹാരാധന പാവമാണെന്ന് നോക്കാൻ പറ്റത്തില്ല.